ഹലോ അസ്സാം വലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റായി പോയിട്ടുണ്ട്. മെയ് 16 അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. പല സിറ്റുവേഷൻ കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഊട്ടി പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് തലേന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. 4 മണിക്ക് എണീറ്റ് പോകണം എന്നൊക്കെ പറഞ്ഞത്, പക്ഷേ എണീറ്റപ്പോൾ 5:30 ആയിട്ടുണ്ടായിരുന്നു. അലാം വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അല്ല, എണീപ്പിക്കലും കുളിപ്പിക്കലും അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കലും നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ പോവാൻ തന്നെ തീരുമാനിച്ചു. ചായ മാത്രം കുടിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിലുള്ളൊരു ഹോട്ടലിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മസനഗുഡി വഴിയായിരുന്നു. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നല്ലോ മസനഗുഡി വഴി ഊട്ടിലേക്ക് ഒരു യാത്ര. വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 4 years ആയി. അതിൽ ഫസ്റ്റ് ടൈം നമ്മൾ ഇത്ര ലോങ് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഇക്കപ്പോൾ നാട്ടിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. ഒന്നാമത് ആൾക്ക് ഇവിടെ നാട്ടിൽ വന്നാലും ലീവിന് വന്നാലും പോക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അധികം പുറത്തൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഇപ്രാവശ്യം വന്നപ്പോഴാണ് പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് റെസ്റ്റോറൻറ്റ് തപ്പി നടന്നപ്പോഴാണ് തലശ്ശേരി തക്കാരെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ തന്നെ ആയിരുന്നു തോന്നുന്നു ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു. അതിന് ബിരിയാണി ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ റൂം തപ്പാൻ വേണ്ടിയിട്ട് തുടങ്ങി. റൂം തപ്പി നടന്ന് ഞങ്ങൾക്ക് അവിടെ ഊട്ടി ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അവിടെ ലേക്ക് ഹൗസ് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള അടുത്ത് തന്നെ ഒരു റൂമുണ്ട്, ഹോട്ടൽ റൂം. അതിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഭയങ്കര നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പും കാര്യമൊക്കെ ആയപ്പോൾ വിചാരിച്ചു രാത്രി പുറത്തിറങ്ങുക വീഡിയോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളവിടെ റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ഫാമിലി റൂംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു മിനി റൂം കിട്ടിയത് കുഴപ്പമില്ല. ഞങ്ങൾ ലാസ്റ്റ് അവിടെ തന്നെ കൺഫേം ആക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ ഞങ്ങൾ റൂം എടുത്തു. കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രഷായി കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് ഹൗസ് ബോട്ടിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ അവിടെ ഒരുപാട് പേര് കുതിരൻ്റെ മേലൊക്കെ കയറുന്നുണ്ട് കേട്ടോ. ഓനക്കും അതേമാതിരി കയറണമെന്ന് പറഞ്ഞു. ഹുദമോൾ പിന്നെ കയറാൻ വേണ്ടിയിട്ട് ഒക്കെ പേടിയാണെന്ന് പറഞ്ഞു. കാക്ക പിന്നെ എന്നോട് തന്നെ കയറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കാക്ക കുറേ ട്രോളിനൊക്കെ ഉണ്ടായിരുന്നു. കുതിരൻ്റെ മേലെ വേറൊരു കുതിര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കിയൊക്കെ ചെയ്ത് ഞാൻ പിന്നെ അവൻ്റെ കൂടെ കയറി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം കാക്ക അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾ കുറേ നേരം പോസ്റ്റായി. കാരണം ആൾ പോയ സ്ഥലത്ത് 8-10 ആൾക്കാർ കയറാനുള്ള ഞങ്ങളതിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളാകെ 3 ആൾക്കാരല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് 4 പേർക്കുള്ള 4 സീറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങളതിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ക്ലൈമറ്റും കാര്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ആയതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഓർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ട്രിപ്പ് ആയതുകൊണ്ടാണ്, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആയതുകൊണ്ടാണ് അറിയില്ല, സങ്കടം സന്തോഷമൊക്കെ ഒരേപോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഞങ്ങൾ കയറി. പിന്നെ ഒരു റൗണ്ടിൽ സ്പീഡിൽ കയറുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അതിൽ കയറി എനിക്ക് തല ഭയങ്കരമായിട്ട് കരഞ്ഞ് ചാപ്പി. പിന്നെ പറഞ്ഞിട്ടൊക്കെയാണ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. അതിലേക്ക് കയറി പിന്നെ ഞങ്ങൾ അവിടുന്ന് ചായ, പാനിപൂരി, സ്ട്രിങ് പൊട്ടാറ്റോസ്, ഹോട്ട് ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഗെയിം സെക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെയും പോയി. ജാപ്പി ഭയങ്കര അത് ഷൂട്ട് ചെയ്തിട്ട് ബോട്ടിലേക്ക് തട്ടിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ച്, പക്ഷെ ഒറ്റൊന്നും പൊട്ടിയിട്ടില്ലായിരുന്നു. ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മോഞ്ചി പോയി ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോയി പിന്നെ ഒന്നും കഴിക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ലായിരുന്നു. വയറ് ഫുള്ളായിരുന്നു. പിന്നെ പുറത്ത് രാത്രി പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് തീരെ പറ്റുന്നില്ല തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട്. അവർക്കൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ വരെ പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ അവിടെ നിന്ന് തണുത്ത് കരഞ്ഞു വരികയും ചെയ്തു. അപ്പോഴും ജാബി കുറേ കളിയാക്കി, ഇനി എന്നിട്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. പൂരിയും കറിയും ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി മാറ്റി കെട്ടും പെട്ടിയും ഒക്കെ എടുത്തിട്ട് പോകാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്കന്നെയുള്ള ഒരുപാട് കോഫി ഷോപ്പ്, ചോക്ലേറ്റ്സ്, അവിടെ തന്നെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഗാർഡനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗാർഡനിലോട്ട് പോയി അവിടെ ഒരുപാട് ഭയങ്കര ഡിഫറെൻറ്റ് ഫ്ലവേഴ്സും പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് അവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ നാത്തൂന് പ്രത്യേകിച്ച് ഒരു സാധനം അവിടെ ഊട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. എന്തോ ഊട്ടി വരയ്ക്കോ എന്തോ സംഭവം ആൾക്കതൊക്കെ മേടിച്ച്